നിലമ്പൂരിൽ വിധിയെഴുത്ത് പുരോഗമിക്കുകയാണ്. കനത്ത മഴയെ അവഗണിച്ചും നല്ല തിരക്കാണ് ബൂത്തുകളിൽ. ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്നൊക്കെ അറിയുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രം. 23-ാം തീയതി ഒരു രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ആര് ജയിക്കും ആര് തോൽക്കുമെന്ന്. ഇവിടെ നിർണായകമാകുന്നത് 7787 പുതിയ വോട്ടർമാരുടെ വോട്ടുകൾ തന്നെയായിരിക്കും. ഈ പുതിയ വോട്ടർമാരാണ് നിലമ്പൂരിലെ ജനവിധി നിശ്ചയിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇന്നും ആര്യാടൻ ഷൗക്കത്ത് അതുപോലെ തന്നെ UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് 10,000 മുതൽ 15,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും, അവർ വിജയിക്കും എന്ന് തന്നെയാണ്. അതേ അവസരം ഇടതുമുന്നണിയും കണക്ക് കൂട്ടുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജ് നല്ല മാർജിനിൽ വിജയിക്കുമെന്ന്. BJPയും വോട്ട് വിഹിതം കൂട്ടാൻ നെട്ടോട്ടം ഓടുന്നുണ്ട്. അതുപോലെ PV അൻവറിൻ്റെ സ്വാധീനവും മണ്ഡലത്തിൽ വളരെ വലുതാണ് എന്ന് തെളിയിക്കുന്ന റോഡ് ഷോയും പ്രചരണ തന്ത്രങ്ങളുമാണ് PV അൻവറും അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ നിന്ന് പുറത്തെടുത്തത്. PV അൻവർ പറയുന്നത് ഒരു 10% വോട്ട്, അതായത് 2,62,384 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഒരു 20,000 മുകളിൽ വോട്ട് തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് PV അൻവർ പങ്കുവയ്ക്കുന്നത്. 50,000 വോട്ടെങ്കിലും കിട്ടണം, എങ്കിൽ മാത്രമേ നാണക്കേട് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ എന്നും PV അൻവർ പറയുന്നു. ജനഹിതം എന്തായിരിക്കും? ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും? ജനങ്ങൾ ഇപ്പോഴും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ജനങ്ങളെ വഴിതിരിച്ചും അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റാനുമൊക്കെ മാധ്യമങ്ങൾ ഒരുപാട് ശ്രമിച്ചു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വന്ന ഇടതുമുന്നണി RSS ബാന്ധവം എന്ന് പറഞ്ഞുള്ള പ്രചരണം. ശരിക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്താണ്? അത് ആ ഇന്റർവ്യൂ തയ്യാറാക്കിയ അഭിലാഷ് മോഹൻ തന്നെ പറയുന്നു, ഒരു തരത്തിലും അതായത് RSSന് അനുകൂലമായ ഒരു നിലപാടും ഒരിടത്ത് പോലും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞില്ല. പണ്ട് 1977 ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തെ തൂത്തെറിയാൻ വേണ്ടി സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള പാർട്ടികളുമായി CPM സഹകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടതുമുന്നണി സഹകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെയാണ് RSS ബാന്ധവം എന്ന് വളച്ചൊടിച്ച് ആളുകളുടെ മനസ്സിൽ CPMഉം BJPയും തമ്മിൽ എന്തൊക്കെയോ അവിഹിത കൂട്ടുകെട്ടുകളുണ്ടെന്ന് വരുത്തി തീർക്കാൻ UDFഉം ചില മാധ്യമങ്ങളും പരിശ്രമിച്ചത് എന്ന് പറയുന്നതിൽ ഒരു നാണക്കേടും ഞാൻ വിചാരിക്കുന്നില്ല. ഇങ്ങനെയും അഴകുഴമ്പൻ മാധ്യമപ്രവർത്തനം നടത്തുന്നത് വളരെ മോശമാണ്. കാരണം ആ ഇന്റർവ്യൂ തയ്യാറാക്കിയ മാതൃഭൂമിയുടെ അഭിലാഷ് മോഹൻ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരിടത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചില പത്രങ്ങൾക്ക് ഇത് കിട്ടിയത്? ഇങ്ങനെ വാർത്ത വളച്ചൊടിക്കാൻ കഴിയുന്നത്? ഇന്ന് പോലും മലയാള മനോരമ ഇന്നലെ ആ വിവാദം വന്നു, അഭിലാഷ് മോഹൻ്റെ പ്രസ്താവന വന്നു, അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവന വന്നു, M സ്വരാജ് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു തരത്തിലും ഒരു ബന്ധവും RSSുമായിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ഇന്ന് രാവിലത്തെ പത്രങ്ങളിൽ കൂടി ഇമാതിരി വാർത്ത എഴുതാൻ കാണിച്ച ഒരു നട്ടലില്ലായ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ CPM വിരുദ്ധതയുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, അത് എടുത്ത് പറയേണ്ടതൊന്നാണ്. കാരണം നിലമ്പൂരിൽ UDFനെ വിജയിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ചില വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അവരുടെ ഒരു പ്രസ്റ്റീജ് വിഷയം കൂടിയാണ് എന്ന തരത്തിലായിരുന്നു ക്യാമ്പയിൻ. ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിലെ ഇലക്ഷൻ ക്യാമ്പയിനുകളൊന്ന് പരിശോധിക്കൂ. ഇന്നും ഈ വാർത്ത കാണുന്ന ആളുകൾ മലപ്പുറത്തുണ്ടാകാം. മലപ്പുറത്ത് നിന്ന് ഈ വാർത്ത ഞാൻ അവതരിപ്പിക്കുന്നത് കണ്ടിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളും ഉണ്ടായേക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിക്കുക, എന്തൊക്കെയാണ് നിലമ്പൂരിൽ പ്രചരണ തന്ത്രമായി ഉപയോഗിച്ചത്? അതിനെയൊക്കെ ഇടതുമുന്നണി എങ്ങനെയാണ് അതിജീവിച്ചത്, അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്തത്? ഒരു വ്യക്തിഹത്യ നടത്താതെ, ഒരു മനുഷ്യനെയും മോശം പറയാതെ, കൃത്യം രാഷ്ട്രീയവും നാടിൻ്റെ വികസനവും മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയ ഒരു പ്രചരണമാണ് ഇടതുമുന്നണി കാഴ്ചവെച്ചത്. എന്നാൽ മറുവശത്ത് നിന്ന് അങ്ങനെ ആയിരുന്നു ഉണ്ടായത്? ഇല്ല, അവര് ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഒന്നാമത്, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മലപ്പുറത്തുകാരായ സാധാരണക്കാരെല്ലാം പിണറായിയുടെ ഔദാര്യം വാങ്ങാനും കൈക്കൂലി വാങ്ങാനും നിൽക്കുകയാണ് എന്ന തരത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരെയും അടച്ചാക്ഷേപിച്ചു KC വേണുഗോപാൽ. അത് തൊട്ട് പിന്നാലെ വരുന്നു ആ പന്നിക്കണി വിവാദം. പന്നിക്കണിയിൽപ്പെട്ട് ഒരു പാവം കുട്ടി 15കാരൻ മരിച്ചപ്പോൾ അതും CPMന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അറസ്റ്റിലായ പ്രതി സ്ഥാനാർത്ഥിയുടെ തന്നെ ഇഷ്ടക്കാരൻ വിനീഷ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് അറസ്റ്റിലായതെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ആ പ്രചരണ തന്ത്രങ്ങളൊക്കെ UDF ഉപേക്ഷിച്ചത്. ഇനി മറ്റൊന്ന്, പെട്ടി വിവാദം. അവരെ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ടാർഗറ്റ് ചെയ്ത് നാണം കെടുത്താൻ ശ്രമിച്ചുവെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ പോലും വലിയ പ്രചരണ തന്ത്രങ്ങൾ ഇറക്കി. ഷോ ചില ആളുകളുടെ കമൻ്റൊക്കെ പറയാൻ നാണക്കേടാണ്. ചില
ചില ഡേഷ് ഷോയൊക്കെ കാണിച്ച് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ആളുകളുടെയും കാറുകൾ പരിശോധിക്കുന്നുണ്ട്, വാഹനം പരിശോധിക്കുന്നുണ്ട് എന്ന വസ്തുത തിരിച്ചറിഞ്ഞപ്പോൾ ആ പ്രചരണ തന്ത്രവും ആ പ്രചരണ ആയുധവും വിലപ്പോയില്ല UDF-ൻ്റേത്. ഇനിയുമുണ്ട് കാര്യങ്ങൾ. പിന്നീട് പറഞ്ഞത് എന്താണ്, പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ CPM-നെ കടന്നാക്രമിച്ചു, അക്രമ രാഷ്ട്രീയം, മറ്റത് മറിച്ചത്, വർഗീയത എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിലെത്തിയതാണ് ഈ RSS-ൻ്റെ സംഭവം. RSS-മായിട്ട് ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി കൂടി വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ അതും മനസ്സിലായി. ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് ഇല്ല, പ്രത്യേകിച്ച് RSS-മായുള്ള കൂട്ടുകെട്ട് ഇല്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. ഏകദേശം 215 പാർട്ടി പ്രവർത്തകരെയും അണികളെയും അനുഭാവികളെയും കാലപുരിക്കയച്ച RSS-മായി ചങ്ങാത്തത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് CPM-ന് ചിന്തിക്കാൻ കൂടി കഴിയുന്ന കാര്യമല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞപ്പോഴും പ്രതിസന്ധിയിലായത് UDF ആണ്. അവിടെയും വെന്നിക്കൊടി പാറിച്ച് ഇടതുപക്ഷവും ഇടതുമുന്നണിയും വളരെ വേഗം ആ ആരോപണ പ്രതിസന്ധിയെയും അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണകളും അതുപോലെ തന്നെ ഇല്ലാത്ത ആരോപണങ്ങളും നിരത്തിയാണ് സ്വരാജിനെ തകർക്കാൻ UDF നേതൃത്വം ശ്രമിച്ചത്. ആര്യടൻ ഷൗക്കത്തിന്റെ നാടകങ്ങളും കണ്ണീരും മുതലക്കണ്ണീരും എല്ലാവരും കണ്ടതാണ്. ആര്യടൻ ഷൗക്കത്തിനെ ആരൊക്കെ മറക്കില്ല? രാധയുടെ കുടുംബം മറക്കുമോ? ആര്യടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ അനുയായികളും കൂടി ചെയ്തു വെച്ച ക്രൂരതയ്ക്ക് രാധ എന്ന് പറയുന്ന ആ ജോലിക്കാരി, ഓഫീസ് ക്ലീനർ, അവരുടെ മരണത്തിന് ഉത്തരം പറയേണ്ടതല്ലേ? അതുപോലെ തന്നെ PV അൻവറും ആര്യടൻ ഷൗക്കത്തും തമ്മിലുള്ള ഇഷ്യൂസ്, ബന്ധുക്കളാണ്. PV അൻവറിനെ വധിക്കാൻ ശ്രമിച്ചതിലുള്ള കേസ് ആര്യടൻ ഷൗക്കത്തിനെതിരെ ഉണ്ട്, വധശ്രമ കേസ്. പിന്നെ VV പ്രകാശിനെ കാലുവാരിയത് ആര്യടൻ ഷൗക്കത്താണെന്ന് നിലമ്പൂരിലെ എല്ലാ വോട്ടർമാർക്കും, മലപ്പുറം ജില്ലയിലെ ആകമാനം ആളുകൾക്കും അറിയാം. VV പ്രകാശ് എന്ന DCC പ്രസിഡന്റിനെ കാലുവാരിയത് ആര്യടൻ ഷൗക്കത്താണെന്ന്. എന്നിട്ട് പലരും ചോദിച്ചു, നിങ്ങൾ VV പ്രകാശിന്റെ വീട്ടിൽ പോകുന്നില്ലേ? ഷൗക്കത്തെ പോകാൻ താല്പര്യമില്ല, പോകാൻ സമയമില്ല. VD സതീശനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ അടുത്ത് പോയില്ല? ഏകദേശം 250ഓളം കിലോമീറ്ററുകൾ താണ്ടി ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിൽ വന്ന് പുഷ്പാർച്ചനയൊക്കെ നടത്തിയല്ലോ ഷൗക്കത്ത് എന്ന് ചോദിച്ചവൻ. തോന്നുന്ന സ്ഥലത്ത് പോകും, നീ ആരടാ ചോദിക്കാൻ എന്നാണ് സ്ത്രൈണത കലർന്ന ഒരു പെണ്ണിഷ് ചിരിയോടുകൂടി പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിലെ വോട്ടർമാരുടെ ഹൃദയത്തുടിപ്പായിരുന്ന VV പ്രകാശനെ കാലുവാരി ഹൃദയസ്തംഭനത്തിലേക്ക് നയിച്ചത് UDF ആണ്, UDF നേതൃത്വമാണ്, ആര്യടൻ ഷൗക്കത്താണ് എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ അനഭിമതനായ ഒരു നേതാവിനെ നിർത്തരുതെന്ന് ആവശ്യപ്പെട്ട PV അൻവറിനെ UDF-ന്റെ പടിക്ക് പുറത്താക്കുകയും വർഗീയ മത രാഷ്ട്ര സ്വപ്നം കൊണ്ട് നടക്കുന്ന ആശയങ്ങളുമായി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ തോളോട് തോൾ ചെയ്ത് പൊരുതാൻ വിളിച്ചു ചേർക്കുകയും ചെയ്ത VD സതീശന് ഇപ്പോൾ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ, മറുപടി കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ ഈ വസ്തുതയൊക്കെ പരമ്പരാഗതമായി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാകാം, താമരയ്ക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാകാം, അരിവാൾ ചുറ്റികയ്ക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാകാം. പരമ്പരാഗത വോട്ടുകൾ അവിടെ നിൽക്കട്ടെ. പുതിയ വോട്ടർമാർ 7700-ലധികം വരുന്ന പുതിയ വോട്ടർമാർ ഈ കൃത്യം രാഷ്ട്രീയ സ്ഥിതിഗതികൾ മനസ്സിലാക്കില്ലേ? കൃത്യം രാഷ്ട്രീയ സ്ഥിതിഗതികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു പണത്തൂക്കമെങ്കിലും മുന്നിൽ നിൽക്കുന്നത് M സ്വരാജാണെന്ന് മനസ്സിലാകില്ലേ? M സ്വരാജിന് അവർ വോട്ട് ചെയ്യില്ലേ? അപ്പോൾ ഇത്തരം വസ്തുതകൾ നിരത്തിയാണ് ഞാൻ പറയുന്നത്, ഇന്ന് നിലമ്പൂരിൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കുന്നത് M സ്വരാജിനൊപ്പമാണ്. അല്ലാതെ ഈ അഴകുഴമ്പൻ പ്രകടനങ്ങളും നുണപ്രചരണങ്ങളും നുണബോംബുകളും പൊട്ടിച്ച് മണ്ഡലത്തിലെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും മറ്റ് നേതാക്കളെയും സംസ്ഥാന ഭരണത്തെ പോലും താറടിച്ച് കാണിക്കുകയും ചെയ്ത ആളുകളാണ് UDF. ആശമാരെ കൊണ്ടുപോയി ഒറിജിനൽ നിലമ്പൂരിലെ ആശമാർ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് പൊടിയും തട്ടി ഓടിക്കളഞ്ഞു നമ്മുടെ SUCI ആശമാർ. SUCI ആശാസമരം സംഘടിപ്പിച്ചെങ്ങനെയാണ്? അവരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ മാസത്തെ കണക്കും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 14,000 രൂപ വരെ വാങ്ങിയ ആശാ വർക്കർമാരുണ്ട്. 98% ആശാ വർക്കർമാരും ഫീൽഡിലുണ്ട്. ആകെ 2% ആശാ വർക്കർമാരാണ് സമരത്തിലുള്ളത്. അവരും മടുത്തു. അവരും പറയുന്നു, വയ്യ, ഇത് രാഷ്ട്രീയ പകപോക്കലിനുള്ള നേരമല്ല, കൃത്യമായി കിട്ടുന്നത് കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ, തരാമെന്ന് സർക്കാർ പറയുന്നുണ്ടല്ലോ, സമിതി വെച്ച് പഠിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആശാ വർക്കർമാരും ആശാ പ്രവർത്തകരുമാണ് കൂടുതലും ഇപ്പോൾ SUCIയിൽ ഉള്ളത്. SUCI നേതൃത്വം ഈ BJP-ക്കാരെയും UDF-കാരെയും ഒക്കെ ഒരുമിച്ച് അണിനിരത്തി സർക്കാരിനെതിരെ ഒരു പോർമുഖം തുറക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അതും 8 നിലയിൽ പൊട്ടിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആൾക്കൂട്ടവും സംഘബലവും ഒക്കെ അവർ സൃഷ്ടിച്ചേക്കാം, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ് സർക്കാർ നിരത്തുന്നത്. M സ്വരാജിന് വേണ്ടി അവിടെ പ്രചരണത്തിന് പോയ നേതാക്കൾ
ഉയർത്തി കാണിച്ചത്. ഇതെല്ലാം അവിടുത്തെ നിലമ്പൂരിലെ പുതിയ വോട്ടർമാരെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവർ ഒരിക്കലും ഈ അഴകുഴമ്പൻ രാഷ്ട്രീയത്തിനൊപ്പമോ വർഗീയ രാഷ്ട്രീയത്തിനൊപ്പമോ പ്രീണന രാഷ്ട്രീയത്തിനൊപ്പമോ നിൽക്കുകയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തറപ്പിച്ചു പറയാം, നിലമ്പൂരിൽ നിന്ന് വിധി എഴുതുന്നത് സ്വരാജിന് അനുകൂലമായിട്ടായിരിക്കും. സ്വരാജിന് അനുകൂലമായിട്ട് എഴുതുമ്പോൾ ശരിയുടെ പക്ഷം ചേർന്ന് നിന്ന് വികസനം തുടരണമെന്ന മോഹമുള്ള ഒരാളും ആര്യാടൻ ഷൗക്കത്തിനോ PV അൻവറിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾക്കോ വോട്ട് ചെയ്യാൻ പോവുകയില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നത്.